വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം സർഗം 3 ബിൽവോപാഖ്യാനം. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വാസിഷ്ഠസുധ എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. സർഗം 3 ബിൽവോപാഖ്യാനം, പേജ് 324. രാമൻ പറഞ്ഞു, ഗുരു, അങ്ങയുടെ വചനാമൃതം എത്ര കേട്ടാലും മതി വരുന്നതല്ല. അതുകൊണ്ട് തത്വപ്രധാനമായ കാര്യം എന്തെങ്കിലും കുറെ കൂടി പറയാൻ അപേക്ഷ. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഇഷ്ടമുള്ള ഏതു പദാർത്ഥവും കിട്ടുന്ന മാത്രയിൽ സന്തോഷം തരുന്നതായി തോന്നും. കിട്ടിയ ശേഷം ഓരോ നിമിഷം കഴിയും തോറും ആ സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരും. ഇതാരാണ് അനുഭവിച്ചിട്ടില്ലാത്തത്? ഒരു വസ്തു ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോഴുള്ള അല്പനേരത്തെ സന്തോഷത്തിനു വേണ്ടിയാണ് ആശയുമായി പദാർത്ഥങ്ങളുടെ പിന്നാലെ പറ്റിക്കൂടുന്നത്. ചിന്താശക്തിയില്ലാത്ത കുട്ടികളല്ലാതെ ഇത്തരം വ്യർത്ഥമായ കാര്യത്തിന് ആര് തുനിയും? ആശാവേളയിൽ അല്പസന്തോഷം വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ആശയാണ് കാരണം. ആശ ഒടുവിൽ അസന്തുഷ്ടിയിൽ കലാശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആശ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആശ ഇല്ലായ്മയിൽ എത്തി നിൽക്കട്ടെ. ഭാവന അഭാവത്തിൽ കലാശിക്കട്ടെ. മനസ്സില്ലാത്തിടത്ത് എത്തി നിൽക്കട്ടെ. രാമ, നിസ്സംഗഭാവം ഉറപ്പുവന്നയാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ സാധ്യമാവും. ഉള്ളിൽ നിന്നും രാഗദ്വേഷ വാസന പൂർണ്ണമായും ഒഴിച്ചു മാറ്റിയിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഉള്ളിൽ നിന്നും രാഗദ്വേഷ വാസന പൂർണ്ണമായും ഒഴിച്ചു മാറ്റിയിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. നൂറുകണക്കിന് ക്ഷോഭഹേതുക്കൾ ഉണ്ടായാൽ പോലും ആകാശത്തെ പോലെ അക്ഷോഭ്യനായി വർത്തിക്കാൻ കഴിയും. ചിത്തം ക്ഷോഭിച്ചാൽ സംസാരം, ചിത്തം അക്ഷോഭ്യമാണെങ്കിൽ സംസാരമോചനം. ഇതാണ് നിയമം. ചിത്തം ക്ഷോഭിച്ചാൽ സംസാരം, ചിത്തം അക്ഷോഭ്യമാണെങ്കിൽ സംസാരമോചനം. ഇതാണ് നിയമം. വാസനയെയും പ്രാണനെയും നിരോധിച്ച് ചിത്തത്തെ അക്ഷോഭ്യമാക്കി നിർത്തൂ. പ്രാണനിളകിയാൽ സംസാരോദയം, പ്രാണനടങ്ങിയാൽ സംസാരവിലയം. അതുകൊണ്ട് അഭ്യാസപൂർവം പ്രാണനിരോധം സാധിക്കൂ. അജ്ഞാനം കൊണ്ടുള്ള മൂർഖത നിലനിന്നാൽ കർമ്മബന്ധം, അത് മാറിക്കിട്ടിയാൽ കർമ്മമുക്തി. അതുകൊണ്ട് ഗുരുവിനെ ആശ്രയിച്ചും ശാസ്ത്രവിചാരം ചെയ്തും മനഃശുദ്ധി നേടിയും അജ്ഞാനമൗർഖ്യത്തെ അകറ്റി കർമ്മമുക്തി നേടൂ. ബോധം പ്രാണരൂപേണ സ്പന്ദിച്ച് ബഹിർമുഖമാകാതിരുന്നാൽ ചിത്തം ഉപശമിക്കും. പ്രാണനെ നിരോധിക്കുന്നത് കൊണ്ടും അത് നേടാം. ചിത്തം ശമിച്ചു കിട്ടുന്നത് തന്നെയാണ് പരമപദപ്രാപ്തി. ചിത്തം ശമിച്ചു കിട്ടുന്നത് തന്നെയാണ് പരമപദപ്രാപ്തി. ദൃശ്യ ദർശന സംബന്ധം കൊണ്ടുണ്ടാകുന്ന വിഷയസുഖം പോലും അല്പം ചിന്തിച്ചു നോക്കിയാൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മസുഖം തന്നെയാണെന്ന് കാണാൻ കഴിയും. ദൃശ്യദർശനങ്ങളെ മാറ്റി ഉള്ളിൽ ആ ഏകാന്ത സുഖം കണ്ടെത്തുന്നതാണ് ബ്രഹ്മദൃഷ്ടി. അത് സാധിച്ചാൽ മനസ്സ് താനേ ക്ഷയിച്ചോളും. ചിത്തം തല പൊക്കാതിരിക്കുന്നിടത്താണ് അത്യന്തം ശ്രേഷ്ഠമായ സുഖം. ആ സുഖം പിന്നെ ഒരിക്കലും ക്ഷയിക്കുന്നില്ല, അത് ഉദിക്കുന്നില്ല, അത് അസ്തമിക്കുന്നില്ല. ജ്ഞാനിയുടെ ചിത്തം ചിത്തമല്ല, ജ്ഞാനിയുടെ ചിത്തം സത്യമാണ്. പലതു കണ്ട് രാഗദ്വേഷങ്ങളിൽ പെടുന്ന ചിത്തമാണ് ചിത്തം. ചെമ്പ് വിശേഷക്രിയ കൊണ്ട് സ്വർണമാകുന്നത് പോലെ ജ്ഞാനിയുടെ ചിത്തം ജ്ഞാനം കൊണ്ട് ഏകത്വബോധത്തിൽ ഉറച്ച് സത്യമായി മാറുന്നു എന്നറിയേണ്ടതാണ്. ജ്ഞാനി ചിത്തം ബോധതത്വമായി മാറുന്നു.
ജ്ഞാനിചിത്തം ബോധതത്വമായി മാറുന്നു. തുരീയാവസ്ഥയിലെത്തി നിൽക്കുന്ന ആ ചിത്തം പ്രാരബ്ധക്ഷയത്തിനായി അല്പകാലം ലോകരംഗത്ത് വിഹരിച്ചിട്ട് തുരീയാതീത സ്ഥിതി പ്രാപിച്ച് നിർവ്വാണമടയുന്നു. ഒരേ ബ്രഹ്മം തന്നെയാണ് ഈ വലിയ ഭുവന കോലാഹലമായി കാണപ്പെടുന്നത്. ഒരേ സമവസ്തു പലതു കാട്ടി വിഷമവസ്തുവിനെ പോലെ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാം ഒന്നു തന്നെ. കുഞ്ഞെ, ലേശം പോലും മറ്റൊന്നില്ല. ചിത്തം തുടങ്ങിയവ പോലും ഉള്ളിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയുള്ളൂ. എല്ലാം ഒന്നു തന്നെ കുഞ്ഞെ, ലേശം പോലും മറ്റൊന്നില്ല. ചിത്തം തുടങ്ങിയവ പോലും ഉള്ളിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയുള്ളൂ. രാമ, ഇക്കാര്യം കുറെ കൂടി വ്യക്തമായി ധരിക്കാൻ വേണ്ടി ഞാൻ അതിശയകരമായ ഒരു മനോഹര കഥ ചുരുക്കി പറയാം. 1000 യോജനയോളം വലിപ്പമുള്ളതും സ്പഷ്ടവും ശുദ്ധവും യുഗയുഗാന്തരങ്ങളിലും ജീർണിക്കാത്തതുമായ വലിയൊരു കൂവളക്കായുണ്ട്. വളരെ പഴയതാണെങ്കിലും ചന്ദ്രക്കലകൾ പോലുള്ള ദളങ്ങൾ കൊണ്ട് അത് അത്യന്ത മാർദ്ദവം ഉള്ളതാണ്, സുന്ദരമാണ്. കൽപ്പാന്തത്തിലെ വലിയ കൊടുങ്കാറ്റ് പോലും അതിനെ ഒന്നിളക്കാൻ കഴിവുള്ളതല്ല. കോടി കോടി യോജനയോളം വലിപ്പമുള്ള അതിൻ്റെ രൂപം അളന്ന് തിട്ടപ്പെടുത്താനേ സാധ്യമല്ല. ജഗത്തിൻ്റെ മുഴുവൻ മൂലകാരണമാണ് ഈ കൂവളക്കായ. ആ കൂവളക്കായുടെ മുകളിലും ചുറ്റിലുമായി അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിൽ പറ്റിക്കിടക്കുന്ന പൊടിപടലമെന്നോണം കാണപ്പെടുന്നു. അതൊരിക്കലും പഴുത്ത് താഴെ വീഴുമെന്ന് ശങ്കിക്കാനേയില്ല. എപ്പോഴും അത് പാകമായി നിൽക്കുകയാണ്. എന്നാൽ ജീർണത അതിനെ ബാധിക്കുന്നതേയില്ല. മഹാകൃതിയും സകല ലോകഫലങ്ങളുടെയും സാരസത്വമായ ഈ കൂവളക്കായ്ക്കകത്ത് ബോധശക്തി മജ്ജ പോലെ കട്ടിപിടിക്കുന്നു. ഇങ്ങനെ കട്ടിപിടിക്കുന്ന ബോധശക്തി ഇളകി മറിഞ്ഞ് തൻ്റെ സമസ്ഥിതി നഷ്ടപ്പെടാതെ തന്നെ സൃഷ്ടിപ്രക്രിയ ആരംഭിക്കുന്നു. ഇത് അനന്തമായ ആകാശമാണ്. ഇത് വിപുലമായ കാലമാണ്. ഇതാണ് നിയതി. ഇത് സ്പന്ദനാത്മികയായ ക്രിയയാണ്. ഇതാണ് ബ്രഹ്മാണ്ഡ മണ്ഡപം. ഇവയാണ് ആശകൾ. ഇങ്ങനെ പോകുന്നു ആ സൃഷ്ടിക്രമം. ഇതാണ് ആ കൂവളക്കായുടെ മജ്ജാ മനോഹാരിത. ഇത്രയുമായപ്പോൾ രാമൻ പറഞ്ഞു, ഭഗവൻ, എനിക്ക് പിടികിട്ടി. അങ്ങ് കൂവളക്കായായി ചിത്രീകരിച്ചത് മഹാബോധഘനമായ ബ്രഹ്മത്തെയാണ്, ബ്രഹ്മത്തെ തന്നെയാണ്. അഹങ്കാരം മുതൽ കാണപ്പെടുന്ന സകലതും ബോധം മജ്ജാരൂപം പൂണ്ട് കട്ടിപിടിച്ചത് തന്നെ. അല്പവും മറ്റൊന്നില്ല. ഈ പലതിനെ മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്ന ബോധം. ആദികാരണമായ ബോധത്തിൽ കൂവളക്കായിലെ മജ്ജ പോലെ രൂപം കൊള്ളുന്നതാണ് ഈ ബ്രഹ്മാണ്ഡ സംസ്ഥിതി. അതുപോലെ ഈ ബ്രഹ്മാണ്ഡ മജ്ജാ സംസ്ഥിതി ബോധമാകുന്ന കൂവളക്കായുടെ മജ്ജ തന്നെയാണ്. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ബിൽവോപാഖ്യാനം നാമ തൃതീയ സർഗ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.